ഒക്ടോബർ 22, 29-ാം ആഴ്ചയിലെ ബുധനാഴ്ച. ലൂക്ക 12:39 മുതൽ 48 വരെ വാക്യങ്ങൾ. നമുക്ക് ഓരോരുത്തർക്കും നിറവേറ്റേണ്ട ജോലികൾ നൽകിയിട്ടുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് പറയുന്നു. അതാണ് ജീവിതത്തിലെ നമ്മുടെ ദൗത്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ. ചിലർക്ക് ലളിതമായ ഉത്തരവാദിത്വങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിൽ നമുക്ക് ആത്മീയവും മാനസികവും ഭൗതികവുമായ ദാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. കൂടുതൽ ദാനങ്ങൾ ലഭിക്കും തോറും നമ്മുടെ ഉത്തരവാദിത്വം കൂടുതലായിരിക്കും. ഇന്നത്തെ സുവിശേഷത്തിലെ 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഏറെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെട്ട വ്യക്തിയിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ ആവശ്യപ്പെടും. കൂടുതൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെട്ട വ്യക്തിയിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടും. ജീവിതത്തിൽ നമ്മുടെ ദൗത്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ നമുക്കറിയാമോ? ഈ ദൗത്യം നിറവേറ്റുന്നതിൽ നമ്മുടെ ദാനങ്ങളോ കഴിവുകളോ പൂർണ്ണമായി നാം ഉപയോഗിക്കുന്നുണ്ടോ? തൻ്റെ ദൗത്യം നിറവേറ്റുന്നതിനായി തനിക്ക് ലഭിച്ച ദാനങ്ങൾ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചൊരു വ്യക്തിയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഇന്ന് നാം അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. തൻ്റെ പാപ്പാത്വത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം നടത്തിയ ആഹ്വാനം, ക്രിസ്തുവിലേക്ക് വാതിലുകൾ വിശാലമായി തുറക്കുക, ഭയപ്പെടേണ്ട എന്നത് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഒരു ആഹ്വാനമായി ഇന്നും തുടരുന്നു. മനുഷ്യ അസ്തിത്വത്തിൽ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുത്തുന്ന ഒരു തിളക്കമാർന്ന സുവിശേഷത്തിൻ്റെ ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അനുരഞ്ജനം, ക്ഷമ, ദൈവകൃപയുടെ പരിവർത്തന ശക്തി എന്നിവ അദ്ദേഹം അക്ഷീണം പ്രോത്സാഹിപ്പിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ കാണപ്പെടുന്ന യേശുവിൻ്റെ വിളി ശ്രവിക്കുകയും ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ വിശ്വസ്ത ഗൃഹവിചാരകന്മാരാകുകയും ചെയ്യുന്നുള്ള ഒരു മാതൃകയായി ജോൺ പോൾ രണ്ടാമൻ സഭയ്ക്കും ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാ ക്രിസ്ത്യാനികൾക്കും മാതൃകയാകുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തയും ദീർഘവീക്ഷണം അനുകരിക്കാൻ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നു. സഭയെയും നമ്മുടെ സമൂഹത്തെയും സമഗ്രതയുടെ കരുതലോടുകൂടി പരിപാലിക്കാൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പൈതൃകം നമ്മെ പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തുവിനെ സ്വീകരിക്കാനും അവൻ്റെ കൃപയിൽ ജീവിക്കാനും കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഭവനത്തിൻ്റെ വിശ്വസ്ത ഗൃഹവിചാരകന്മാരാകാനും വെല്ലുവിളിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, കള്ളൻ എപ്പോൾ വരുമെന്ന് വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ തൻ്റെ ഭവനം മോഷ്ടിക്കാൻ അനുവദിക്കില്ലായിരുന്നു. മനുഷ്യപുത്രൻ്റെ വരവിനായി എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ യേശു തൻ്റെ ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുന്നു. അപ്രതീക്ഷിത സമയത്തായിരിക്കും അവൻ വരുന്നത്. അവൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പുണ്ടാകില്ല. അവൻ ആഗ്രഹിക്കുമ്പോൾ അവൻ പ്രത്യക്ഷപ്പെടും. ചോദ്യം ഇതാണ്: മനുഷ്യപുത്രൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ നാം ഒരുങ്ങിയിരിക്കുമോ? യേശു എല്ലാ ദിവസവും പല വിധത്തിൽ നമ്മുടെ അടുക്കൽ വരുന്നുണ്ട്. നാം കഷ്ടപ്പെടുമ്പോഴും വേദന അനുഭവിക്കുമ്പോഴും അവൻ നമ്മുടെ അരികിലുണ്ട്. ജീവിതം നല്ലതും സമാധാനപരമാകുമ്പോഴും അവൻ നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ തിരക്കേറിയ ദിവസം കടന്നു പോകുമ്പോൾ അവൻ നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ നാം ഉണർന്നിരിക്കുകയും അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കുകയും വേണം. പ്രിയപ്പെട്ടവരെ, നാം അവൻ്റെ സാന്നിധ്യം അന്വേഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവൻ്റെ നിശബ്ദവും സമാധാനപരവും സ്നേഹനിർഭരവുമായ സാന്നിധ്യം ഒരുപക്ഷെ നഷ്ടമായേക്കാം. എല്ലാവർക്കും ഇന്നത്തെ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട്
ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.